എൻ്റെ സ്വന്തം അനുജൻ 2014 ആത്മഹത്യ ചെയ്തു. അതിന് കാരണക്കാരി ഈ വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥി ശ്രീലേഖ റിട്ടയർഡ് IPS ആണ്. കഴിഞ്ഞ നിയമസഭയിലും പാർലമെൻറ്റിലും ഇപ്പോൾ ചാലവാർഡിലും മത്സരിച്ച ചാലമോഹനാണ് ഞാൻ KPMSൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. പോത്തീസിൻ്റെ വളവിൽ ആ പോത്തീസ് തിരികെ നടത്തിയ ഒരു തട്ടുകട ഉണ്ടായിരുന്നു, എൻ്റേതായിരുന്നു. ഞാൻ നടത്തിയ തട്ടുകട അവിടെ ചില ഗൂഢസംഘങ്ങൾ, അസോസിയേഷനുകൾ അവിടെ കൊണ്ട് ചവറ് വാരിയപ്പോൾ ചവർ അവിടെ ഇട്ട് വണ്ടിയിൽ വാരുമായിരുന്നു. ഞാനത് അവിടെ നിന്ന് നിർത്തി ഈ സെക്രട്ടേറിയറ്റിൻ്റെ സമീപത്ത് വന്ന് കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനോടെ തുടങ്ങിയപ്പോൾ ആ തട്ടുകട വെറുതെ ഇരുന്നു. തകരപ്പറമ്പ് മേൽപ്പാലം പണിയാൻ സമയത്ത് അനുജൻ അവിടെ ഇരുന്ന തട്ടുകട നടത്താൻ പറ്റാതെ എൻ്റെ ചോദിച്ച് ഇവിടെ വന്ന് നടത്തിയതിൻ്റെ അന്ന് തന്നെ 7:30 മണിയായപ്പം ബഞ്ചൂർ SI ശ്രീ അശോക് കുമാർ ഒരു കാരണവും ഒരു പരാതിയില്ലാതെ ആ മാവും സാധനങ്ങളൊക്കെ എടുത്ത് തറയൊഴുക്കി മേലിൽ ഇവിടെ കണ്ടുപോരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അവിടുന്ന് പോയില്ല, അതെല്ലാം പറക്കി ദൂരെ എറിയുന്നതുവരെ അവിടെ തന്നെ നിന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് അറിയില്ല. അങ്ങനെ അനുജൻ എന്നെ കാണുകയും ഞാനത് പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം ശംഖുമോ ACക്ക് പരാതി കൊടുക്കുകയും ചെയ്തു. അന്ന് ജവഹർ ജനാർദ്ദായിരുന്നു, അദ്ദേഹം റിട്ടയർഡായി. പേട്ട CEയും കണ്ടു, ആരും കാര്യമായി പ്രതികരിച്ചില്ല. അനിയൻ ഈ തട്ടുകട പരാതി കൊടുത്ത് ആഗസ്റ്റ് 2014 ആഗസ്റ്റ് 27 അനിയൻ ബാലരാമപുരത്തെ വീട്ടിൽ തൂങ്ങി മരിച്ചു. അപ്പോൾ അനുജൻ്റെ മരണത്തെ തുടർന്ന് ഞാൻ വിഷമത്തിലായിരുന്നു. പക്ഷേ എങ്കിലും ഇതിൻ്റെ പിന്നിലുള്ളത് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ പോത്തീസിൽ തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കി അവിടുത്തെ തൊഴിലാളി പ്രശ്നത്തിൽ ഇടപെട്ടതിൻ്റെ വിരോധം പോത്തീസ് മുതലാളിക്കുണ്ടായിരുന്നു. ഒരു ദിവസം പോത്തീസ് അടക്കേണ്ടി വന്നു. ഞാൻ SDPIയുടെ ട്രേഡ് യൂണിയൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ കായികപരമായി എന്നെ നേരിടാൻ പറ്റാത്തത് കൊണ്ട് പോത്തീസ് മുതലാളിയും ഈ ചട്ടിക്കുളക്കര, ഞാൻ താമസിക്കുന്ന ചട്ടിക്കുളക്കര പോത്തീസിൻ്റെ താഴെയാണ്, അവിടുത്തെ കുന്നുംപുറം റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളും കൂടെ ചേർന്ന് ഞാനും അവരും തമ്മിൽ 2009 മുതൽ പ്രശ്നങ്ങളുണ്ട്. അവരും കൂടെ ചേർന്ന് ഇന്നത്തെ സ്ഥാനാർത്ഥി വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥി ശ്രീമതി ശ്രീലേഖ അവരെയും കൂടെ സ്വാധീനിച്ചുകൊണ്ട് ഈ തട്ടുകട തടഞ്ഞതാണ്. അത് വ്യക്തമായി കിട്ടിയത് തട്ടുകട ഇവർക്കത് കൂടുതൽ ബന്ധമുണ്ടാവാൻ കാര്യം ഈ പോത്തീസിന് തൊട്ട് താഴെ ചേർന്നിരിക്കുന്ന വീട് ഇവരുടെ അമ്മയുടെ വീടാണ്, കോവിൽ വിള വീടെന്നാണ്. തൊട്ടപ്പുറവും ഈ അസോസിയേഷൻകാരും ഇവരൊക്കെ ബന്ധുക്കളാണ്. അപ്പോൾ അനിയൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ബഞ്ചൂർ സ്കൂളിൽ റെസിഡൻസ് അസോസിയേഷനുകളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ ഞങ്ങൾ പോയി പരാതി കൊടുത്തു. DCP ബഹുമാനപ്പെട്ട അജിത ബീഗമായിരുന്നു. അപ്പോൾ ആ പരാതി സമയത്താണ് ഈ അസോസിയേഷൻ്റെ ഭാരവാഹികൾ പറഞ്ഞത് തട്ടുകട തടഞ്ഞത് ഞങ്ങളല്ല, ശ്രീലേഖ IPS ആണ് തടഞ്ഞതെന്ന് അവിടെ പറയുകയാണ്. അപ്പോഴാണ് എനിക്ക് വ്യക്തമായത്. അനിയൻ്റെ മരണത്തെ തുടർന്ന് ബാലനാപുരം പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടു, സ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അതിനുശേഷം DCPക്ക് ഞാൻ പരാതി കൊടുത്തു. ഞാൻ പരാതി കൊടുക്കാൻ വേറെ കാരണം കൂടെ ഉണ്ട്. ഞാൻ സിറ്റി പോലീസിൻ്റെ തിരുവനന്തപുരം ജില്ലാ സിറ്റി പോലീസ് കമ്മീഷണറെ SC/ST ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർ കൂടെയാണ്. അപ്പോൾ അജിത ബീഗത്തിന് മാഡത്തിന് ഇത് മനസ്സിലായി. അവരന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് ACP ശ്രീ KE ബൈജു അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തു. അദ്ദേഹം ഒരു മനോഹർ എന്ന് പറഞ്ഞ ഒരു ക്രൈം SIയെ കൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തി സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. ഞാൻ ഇറങ്ങിപ്പോയി. തിരിച്ച് അദ്ദേഹം ഒരു SI വിട്ട് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു, അത് കൊടുക്കണം, മാഡത്തിന് ഞങ്ങൾക്ക് മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞു. അതിന് ഇത് കഴിഞ്ഞ് ഇവരുടെ ഇത് പറഞ്ഞതുകൊണ്ടും എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടും ഞാൻ ഇവരുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരിക്കുമ്പോൾ ഞാൻ ട്രാൻസ്പോർട്ട് ഭവനിൽ പോവുകയാണ്. നേരിട്ട് പോയി ചോദിക്കുകയാണ്, നിങ്ങൾ ഇതെന്താണ് ചെയ്തത്? കാര്യം ഇവരെ അറിയാലോ, അടുത്തല്ലേ താമസം. ഓരോ പറഞ്ഞ് തെളിവുണ്ടോ? ഞാൻ ആരെന്നറിയാമോ? വെറുതെ ജീവിക്കുന്ന മര്യാദയ്ക്ക് ജീവിച്ചോ? അന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. ഇവർ അതേ വർഷം 2014 വനിതയ്ക്ക് ഒരു അഭിമുഖം കൊടുത്തിരുന്നു, വനിതാ മാഗസിനിൽ. എൻ്റെ കാക്കി പലരെയും ദ്രോഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത് അതൊന്നും ഞാൻ കൊടുത്തതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്താ അവർക്കെതിരെ കേസ് കൊടുക്കാത്തെന്ന് ചോദിച്ചു. അപ്പോൾ അവസാനം എന്നെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഇറക്കി വിട്ട് ഞാൻ അവിടെ നിന്ന് പോയി. പക്ഷേ കള്ളക്കേസിൽ കൊടുക്കും, എന്നെ ഉപദ്രവിക്കുമെന്ന് എനിക്ക് നല്ല അറിയാവുന്നതുകൊണ്ട് ഞാൻ അന്ന് കൂടുതലായി ആ കാലഘട്ടത്തിൽ പരാതിയായിട്ട് മുമ്പോട്ട് പോയില്ല. കാര്യം എനിക്ക് 2 കുട്ടികളാണ്, എൻ്റെ മകൻ ഭിന്നശേഷിയാണ്. അപ്പം നമുക്ക് ജീവിക്കണമല്ലോ. ഇവർ ഇപ്പോൾ ശാസ്ത്രമംഗലത്ത് ജയിച്ചപ്പോൾ ഞാൻ BJPയുടെ സംസ്ഥാന ഓഫീസിൽ ഈ തിരുവനന്തപുരം ജില്ലയുടെ പ്രഭാരിയെ വിളിക്കുകയാണ്. ആലപ്പുഴക്കാരൻ സോമൻ എന്നാണ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവരെ മേയർ സ്ഥാനാർത്ഥി കൊണ്ടുവരണമെങ്കിൽ തൊട്ടടുത്ത ദിവസം ഞാൻ പത്രസമ്മേളനം വയ്ക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു പറഞ്ഞു,
ഇവരെ മേയറാക്കുകയാണെങ്കിൽ പത്രസമ്മേളനം വയ്ക്കും, എൻ്റെ അനിയൻ്റെ കൊലപാതകിയാണെന്ന് പറഞ്ഞു. അവർ നേരിട്ട് കൃത്യം ചെയ്തില്ലെങ്കിലും അവരതിനെ വേണ്ട പ്രോത്സാഹിപ്പിച്ച് വഞ്ചൂർ SI ഈ അശോക് കുമാർ ഇപ്പോൾ വലിയതുറ പോലീസ് സ്റ്റേഷൻ SHO ആണ്. ഇത് അന്വേഷിക്കണം. ഇയാളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഓരോ ഘട്ടത്തിലും ഇയാളെ ഓരോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കും, വിളിക്കുന്നത് ഇവരെയാണ്. അത് കാരണം ഞാൻ ചോദിക്കാൻ കാരണം, അദ്ദേഹത്തിനോട് തർക്കിക്കാൻ കാരണം, 2014 മാർച്ച് 5 പാർലമെന്റ് വഴിയോര കച്ചവടം പാസാക്കി, എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് വിജ്ഞാപനമായി. അപ്പോൾ പാർലമെന്റ് പാസാക്കിയ ഒരു ചട്ടത്തിനെതിരെ പോലീസ് ആ തട്ടുകട ഒഴിപ്പിക്കണമെങ്കിൽ ആ ചട്ട മാനദണ്ഡ പ്രകാരം നോട്ടീസ് കൊടുക്കണം, പകരം സ്ഥലം കണ്ടെത്തി കൊടുക്കണം. അതെല്ലാം നഗരസഭയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ചോദ്യം ചെയ്തത്. അതിൻ്റെ ഉത്തരവൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ പരാതി കൊടുത്തതിൻ്റെ രേഖകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇവർക്ക് സിറ്റി പോലീസ് കമ്മീഷണർ കമ്മിറ്റിയിൽ ഞാൻ ഇവരുടെ പരാതി പറഞ്ഞിരുന്നു, അത് എൻ്റെ കയ്യിലുണ്ട്. കമ്മീഷണർ ഓരോ മീറ്റിങ്ങിലും ആ സമയത്ത് ഞാൻ ഇവരുടെ പരാതി പറയും. പക്ഷേ എനിക്ക് മറുപടി അതിനെക്കുറിച്ച് കൂടുതൽ തരില്ല. പരാതി പറഞ്ഞതിന് പേരൊക്കെ ശ്രീലേഖ എന്നൊക്കെ പറഞ്ഞേ തരുള്ളൂ. അപ്പോൾ ഈ സ്ത്രീ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പൊതുസമൂഹം അറിയണം. ഇവരെ ജയിപ്പിച്ചവർ ഇത് അറിയാതെ ജയിപ്പിച്ചതാണ്. സാമൂഹ്യ സേവനത്തിന് ഇവരാണോ സാമൂഹ്യ സേവനത്തിന് ഇറങ്ങുന്നത്? ഇവരെ പൊതുസമൂഹം തിരിച്ചറിയണ്ടേ? ഇതേപോലുള്ള വ്യക്തികളെ അവരെന്ത് ഇവരുടെ ക്വാളിറ്റി കണ്ടിട്ടാണ് ഇവരെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് എനിക്കറിയില്ല. ഞാനും 9 വർഷം 3 പ്രാവശ്യം പട്ടികജാതി മോർച്ച തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. എനിക്ക് BJPയോടുള്ള വിരോധം, ഞാൻ BJPക്കെതിരെയല്ല പത്രസമ്മേളനം നടത്തുന്നത്. എൻ്റെ അനുജന്റെ കുടുംബത്തെ, പട്ടികജാതിക്കാരനായ എൻ്റെ അനുജന്റെ കുടുംബത്തെ അനാഥമാക്കിയ ഈ സ്ത്രീയെ, ഈ സ്ഥാനാർത്ഥിയെ ഈ കേരള സമൂഹം തിരിച്ചറിയണം. ഇവരിപ്പോൾ തെരുവ് ഡാൻസും ഒക്കെ കളിച്ച് ഇവർ മറ്റുള്ളവരെ പറ്റിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കാക്കിയും ഇവരുടെ സർവീസിലിരിക്കുമ്പോൾ ഇവർ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനാണ് എനിക്കിപ്പോൾ ഇവിടെ ഈ പത്രസമ്മേളനം വെക്കേണ്ടി വന്നത്. അപ്പോൾ ഇത്രയും ദ്രോഹം ചെയ്തതാണ് ഇവരെ. ഞാനിതൊരു പത്രസമ്മേളനം വെറുതെ വെച്ചതല്ല, രാഷ്ട്രീയമായി ഒരു ആർക്കും പിന്താങ്ങാൻ വേണ്ടി വെച്ചതല്ല. എൻ്റെ മനസ്സിലെ വിഷമവും എൻ്റെ ദുഃഖവും, ആ കുടുംബവും അനാഥയായി. അനുജൻ്റെ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി, അതിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടി സാമ്പത്തികമൊന്നും ഇല്ലാവുന്ന ഒരു പയ്യനെ സ്നേഹിച്ചു പോയി. 2 കുട്ടികളായിട്ട് കരിമടം കോളനിയിൽ തന്നെ താമസമുണ്ട്. മറ്റു 2 കുട്ടികളും അമ്മയും മാലിനാപുരത്തെ വീട്ടിലാണ്. ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കുടുംബത്തെ ദ്രോഹിച്ച ഒരു സ്ത്രീയാണ് റിട്ടയർഡ് IPS ശ്രീലേഖ. ഇവരെ ബാക്കി മാധ്യമങ്ങളെല്ലാം ഇവരുടെ ചെയ്തികളെ അന്വേഷിക്കുകയും ഇവർ നമ്മളോട് ചെയ്ത ദ്രോഹം, എൻ്റെ അനുജൻ്റെ കുടുംബത്തോട് ചെയ്ത ദ്രോഹം, അത് പൊതുസമൂഹം കൂടെ അറിയത്തക്ക രീതിയിൽ എല്ലാവരും ഇതിൽ സഹകരിക്കണം, അന്വേഷണം നടത്തണം. സർക്കാർ അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞ ഈ SHO അശോക് കുമാർ, അയാളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം. അയാൾ ഈ പരാതിയില്ല, ആരുടെ പരാതിയെ തുടർന്നാണ് താങ്കൾ അവിടെ വന്ന് തട്ടുകട തടഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പരാതിയില്ല. ഒരു വിവരാവകാശം കൊടുത്ത് ഞാൻ അപ്പോൾ പറയുകയാണ്, ഈ തട്ടുകട എവിടെയാണെന്ന് വിവരത്തിൽ പറഞ്ഞിട്ടില്ല, അസോസിയേഷന്റെ പരാതിയില്ല. പിന്നെ പറയുന്ന അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് അസോസിയേഷന്റെ പരാതി ഉണ്ടെന്ന്. ഇവിടെ വന്നവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് രേഖകളോ മറ്റു കാര്യങ്ങളോ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ കോപ്പിയോ വിശദമായ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇപ്പോഴെങ്കിലും എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു വലിയ ദുഃഖമാണ്, വലിയ സങ്കടമാണ്. അതെനിക്ക് ഇപ്പോഴെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. അവരെ ഈ പൊയ്മുഖം വെച്ചുകൊണ്ട് പൊതുസമൂഹത്തെ സേവിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് ഞാൻ ഈ പത്രസമ്മേളനം വയ്ക്കുന്നത്.